അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നമുക്ക് എതിര് നിൽക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ അത് വളരെ പ്രയാസം ഉണ്ടാക്കും. അവർ നമുക്ക് എതിര് സംസാരിക്കുക, നമ്മെ ചീത്ത പറയുക, നമ്മെ അടിക്കുക, നമ്മെ ചതിക്കുക, അതൊക്കെ നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കും. നമ്മൾ പറയും, അവനൊക്കെ ഞാൻ എങ്ങനെ വളർത്തിയാന്നറിയോ, എങ്ങനെ പോറ്റിയത്, കഷ്ടപ്പെട്ട് ഇത്ര അധ്വാനിച്ചിട്ടാണ് ഞാൻ അവനൊക്കെ വളർത്തിയത്, അവനെന്നോടത് പറഞ്ഞല്ലോ, അവരെന്നോടത് ചെയ്തല്ലോ, അതിൻ്റെ മനസ്സൊന്നും പോവില്ല. അതേപോലെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അതല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ, നാമുമായി അഭേദ്യമായി ബന്ധമുള്ള നല്ല റിലേഷൻഷിപ്പുള്ള ക്ലോസായ ആളുകൾ നമ്മെ ചീറ്റ് ചെയ്യുമ്പോൾ, അവർ നമ്മളെ ചതിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, അവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. എന്നാൽ ഇതൊക്കെ നമ്മുടെ പുറത്തുള്ള ആളുകളാണ്. നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് തന്നെ നമുക്ക് എതിര് നിൽക്കുക, തുറന്നടിക്കുക, ആ ഒരു സമയം ചിന്തിച്ചു നോക്കിയ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എങ്ങനെയാണ് നമുക്കത് അനുഭവിക്കുക? നാളെ പരലോകത്തുണ്ടാവുന്ന നടക്കുന്ന അവസ്ഥയെക്കുറിച്ച് അല്ലാഹു തആല സൂറത്ത് യാസീനിലൂടെ പറയുന്നുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വല്ലാത്തൊരു രംഗാണ്. വായ ഞാൻ സീൽ ചെയ്യും, പിന്നെ ഒരക്ഷരം ഉരിയിടാൻ കഴിയില്ല. പിന്നെ ഘോരമായി ശബ്ദിക്കുന്നത്, സംസാരിക്കുന്നത് ആരാന്നറിയോ? കൈകളാണ്. കൈ ഇങ്ങനെ പറയാണ്, കട്ടിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, ചീട്ട് കളിച്ചിട്ടുണ്ട്, തോന്നിവാസം ചെയ്തിട്ടുണ്ട്. എല്ലാ വൃത്തികേടും 1 by 1 ആയിട്ട് ഫ്ലുവൻ്റായിട്ട് കൈ ഇങ്ങനെ വിളിച്ചു പറയാണ്. വതുകല്ലിമുന ഐദീഹിം. എന്നാൽ നമ്മുടെ കാല് നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മളെ ബോഡിയുടെ മറ്റൊരു പാർട്ടാണല്ലോ. നമ്മളെ മക്കൾ നമ്മളെ അടിക്കുമ്പോൾ ഭാര്യ അത് പിടിച്ചു വെക്കണ്ടേ? ഭാര്യ വെറുതെ 2 എണ്ണം കൊടുക്കുന്ന ഭാര്യയും മക്കളെ പക്ഷത്താണ്. ഇതേപോലെ കൈ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ വതശ്ഹദു അർജുലുഹും, കാല് ഓക്കെ പറയാണ്, കാല് പറഞ്ഞ് റെഡിയാണ്, കറക്റ്റാണ്, യു ആർ കറക്റ്റ്, നീ പറഞ്ഞത് സത്യമാണെന്നാണ് പറയുന്നത്. അവൻ കട്ടിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം വിളിച്ചു പറയുന്ന ഒരു രംഗം, വല്ലാത്തൊരു രംഗമായിരിക്കും. ഇതൊക്കെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വരാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് ഉട്ടോപ്പിയ അല്ല, ഇത് കടങ്കഥയല്ല, നോവലല്ല, കെട്ടുകഥയല്ല. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഓരോ അവസ്ഥകളാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ കൈകൾ പറയുകയും കാലുകൾ ശരിവെക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം വല്ലാത്തൊരു ഭീതി നിറഞ്ഞ സമയമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുക. ശഅബാൻ, റമളാൻ മാസമൊക്കെ അതിനുവേണ്ടി നാം ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ്. അല്ലാതെ നാം ഈ റോങ് ട്രാക്കിലൂടെ ഇപ്പോഴുള്ള ആ ലെവലിൽ, ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് നമ്മളെ ലൈഫൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ആ ട്രാൻസ്ഫർമേഷന് വിധേയമാക്കുന്നില്ല എങ്കിൽ, യൗമ യഅ്ളു ളാലിമു അലാ യദൈഹി, നാളെ വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് സംശുദ്ധമായ ജീവിതം കാഴ്ചവെക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക.